ഹായ്, അൻവറാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ഓൺലൈൻ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ചതിയെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ സുഹൃത്ത് സൈഫുദ്ദീനാണ്. ഇങ്ങനൊരു സംഭവം നമ്മൾ ചെയ്യാൻ നമുക്ക് ഒരു ആശയം കിട്ടിയത് ഒരു പെട്രോൾ പമ്പിൽ പാലക്കാട് ഇതേപോലെ നമ്മൾ ഒരു പെട്രോൾ പമ്പ് പോയി എണ്ണ അടിച്ചപ്പോൾ അവർ പറഞ്ഞത് ഏകദേശം ഒരു ദിവസം 2000-ഓളം രൂപ ഷോർട്ട് വരുന്നുണ്ട്. എങ്ങനെയാണത് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഞാൻ എണ്ണ അടിച്ച ഒരു പമ്പിൽ അവർ ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചു, ഞാൻ പറഞ്ഞു ഇങ്ങനെ എത്ര രൂപ ഷോർട്ട് വരുന്നുണ്ട്. ഞങ്ങളെ സ്റ്റാഫുകൾ തന്നെ ഡിവൈഡ് ചെയ്ത് ആ ഷോർട്ട് നികത്തലാണ് കഴിയുന്നില്ല എന്ന്. അപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോഴാണ് ഈ ഷോർട്ട് വരുന്ന ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലെല്ലാം ഈ ബോക്സ് ഇംഗ്ലീഷിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ 13 രൂപ തൊട്ട് 19 രൂപ വരെ, അതുപോലെ 30 രൂപ തൊട്ട് 90 രൂപ വരെ ബോക്സിൽ ഇംഗ്ലീഷിൽ വെക്കുമ്പോൾ ഇപ്പോൾ തിരക്കായിരിക്കാം, പമ്പിലൊക്കെ നല്ല തിരക്കായിരിക്കാം. അപ്പോൾ ഇപ്പോൾ 130 രൂപയ്ക്ക് എണ്ണ അടിച്ചാൽ 130 എന്നുള്ളതിന് പകരം 113 അയച്ചാൽ 130. അപ്പൊ ആ ഒരു പ്രൊണൗൺസിയേഷനിൽ 130 എണ്ണ അടിച്ചാൽ 113 അയക്കും. ബാക്കി അവിടെ 17 രൂപ ഷോർട്ടാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ 190 രൂപക്കാണ് പല പമ്പുകളിലും അടിക്കുന്നത്. 190 അയച്ചാൽ എത്ര അയച്ചാൽ മതി? 119 അയച്ചാൽ മതി. 71 രൂപ. പമ്പര് ശ്രദ്ധിക്കില്ല, കാരണം തിരക്കിന്റെ ഇടയിലല്ലേ അവര് ഒരുപാട് ആളുകൾ വന്ന് അടിക്കുന്നതിന്റെ ഇടയിൽ ഇത് ശ്രദ്ധിക്കാൻ അവരെ കൊണ്ട് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള സമയം കിട്ടില്ല. ഓക്കെ, എന്തായാലും സൈഫ് പറഞ്ഞത് ഈ രീതിയിലുള്ളൊരു ചൂഷണം നടക്കുന്നതാണ്. ഇപ്പം നമ്മളുള്ളത് ഒരു പമ്പിൽ തന്നെയാണ്. ഒരു പമ്പിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ മുമ്പിൽ കാണുന്നൊരു കട, ഒരു ചായക്കടയിലും കയറിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എത്രമാത്രം ഉണ്ടെന്നുള്ളത്. എനിവേ എന്തായാലും കരുതിയിരിക്കുക. അത് 190 രൂപയ്ക്ക് എണ്ണ അടിക്കണം. 190. കടായി 190. ഞാൻ എത്ര രൂപ അയച്ചത്? 190. നിങ്ങളുടെ പേടിഎമ്മിന്റെ ഇതില്ലേ ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായി.